ഉണ്ടാവുക, നന്മകളോടൊരു മഹബത്തുണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യൻ സന്മാർഗത്തിലാണ് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. നമ്മൾ നല്ലവരാണോ ചീത്തയാണോ, നമ്മൾ നേർമാർഗത്തിലൂടെയാണോ സഞ്ചരിക്കുന്നത്, അതല്ല മോശമായ വഴികളിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു വ്യക്തമായ തെളിവെന്ന് പറയുന്നത് നന്മകളോട് നമുക്കുള്ള മഹബത്തും തിന്മകളോടുള്ള വെറുപ്പുമാണ് എന്ന് അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിൽ 7-ാമത്തെ ആയത്തിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നത് കാണാം, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രയോഗമാണ് ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വല്ലാത്ത മഹബത്തുള്ള കാര്യമാക്കി തന്നിരിക്കുന്നു. ഈമാനിനോട് വല്ലാത്തൊരു മഹബത്ത്, അഥവാ അല്ലാഹുവിനോടുള്ള മഹബത്ത്, അല്ലാഹുവിന്റെ കലാമായ ഖുർആനിനോടുള്ള മഹബത്ത്, അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങളോടുള്ള മഹബത്ത്, മലായികത്തെ കിറാമിനോടുള്ള മഹബത്ത്, ആ ഒരു ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വല്ലാതെ നിറച്ചു തന്നിട്ടുണ്ട്. വസയ്യനഹു ഫീ ഖുലൂബികും, ഈമാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തെ അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഥവാ നന്മകൾ ചെയ്യാൻ വല്ലാത്തൊരു ഇഷ്ടമാണ്. ചെറുതോ വലുതോ ആവട്ടെ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവന്റെ മനസ്സിന് വല്ലാത്തൊരു ഇഷ്ടമാണ്. ബാങ്ക് കേൾക്കുമ്പോ ജമാഅത്തിന്റെ പള്ളിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോ മനസ്സിലൊരു മുഷിപ്പല്ല, ഒരു വെറുപ്പല്ല, വല്ലാത്തൊരു സന്തോഷമാ തോന്നുന്നത്. സുബഹിന്റെ ജമാഅത്ത്, സുബഹിന്റെ ബാങ്കിന്റെ വെളിയാളം കേൾക്കുമ്പോ പള്ളിയിലേക്ക് പോകുന്നതിന് പകരം ചുരുട്ടുകൂടി കിടക്കലല്ല, പള്ളിയിലേക്ക് പോവാൻ അവന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹമാണ്, അവന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ആനന്ദമാണ്. ഏതേത് നന്മകളാവട്ടെ, അത് ചെറുതായാലും വലുതായാലും, ഏത് നന്മകളെ കുറിച്ച് ആലോചിക്കുമ്പോഴും അത് ചെയ്യാനൊരു അവസരം കിട്ടുമ്പോഴും അവന്റെ മനസ്സിൽ വല്ലാത്തൊരു ഇഷ്ടമാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. ഒരു നന്മകളും നഷ്ടപ്പെടുത്തി കളയാൻ ആഗ്രഹമില്ലാത്തവനാണ്. പോരാ, കുഫ്റിനോട് വല്ലാത്തൊരു വെറുപ്പ് അല്ലാഹു നിങ്ങൾക്ക് ഇട്ടുതരികയാണ്. സത്യനിഷേധത്തോട് വല്ലാത്ത വെറുപ്പാണ്. വൽ ഫുസൂഖ, തമ്മാടിത്തരങ്ങളോട് അറപ്പാണ്. വൽ ഇസ്യാന, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ ലംഘിക്കുക എന്നുള്ളത് വല്ലാത്ത ദേഷ്യമുള്ള കാര്യമാണ്. തെറ്റ് ചെയ്യാൻ, ഹറാമ് ചെയ്യാൻ, അല്ലാഹു അരുതേയുന്ന കാര്യങ്ങൾ, അരുതേയെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അവന്റെ മനസ്സിൽ വല്ലാത്തൊരു വെറുപ്പാണ്. സ്വയം ഹറാമ് ചെയ്യാൻ ഇഷ്ടമല്ല, ഒരാൾ ഹറാമ് ചെയ്യുന്നതും ഇഷ്ടമല്ല, അത് കാണുന്നതും ഇഷ്ടമല്ല, അതിനോട് ഒരു അനുഭാവവും അവനിക്കില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു വിഭാഗത്തെ അല്ലാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ, ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് സന്മാർഗികൾ, അവരാണ് നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ, അവരാണ് 5 നേരവും 17 തവണ ഒരു ദിവസം പടച്ച തമ്പുരാന്റെ മുമ്പിൽ പറയുന്ന യഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീം അതാണ് ഈമാൻ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത് സകല നന്മകളോടും വല്ലാത്ത മഹബത്ത് ഹൃദയത്തിൽ നിറച്ച് സകല തിന്മകളോടും ഗുഡ്ബൈ പറഞ്ഞ് സകല തിന്മകളോടും വല്ലാത്തൊരു വെറുപ്പവന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് സ്വാലിഹായി ജീവിക്കുന്നവനാരോ ഖുർആനിന്റെ പ്രയോഗമാണ് ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് സന്മാർഗികൾ എന്ന് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ. അപ്പൊ നമ്മളെ ഒരു വിചാരണ ചെയ്യാനുള്ള ഒരു ആയത്താണിത്. നമ്മൾ സ്വയം ഒരു വിചാരണയ്ക്ക് വിധേയമാക്കുക. അല്ലാഹുവേ, എനിക്ക് നന്മകളോട് എത്രത്തോളം മഹബത്തുണ്ട്,
എനിക്ക് നന്മകളോട് മഹബത്തുണ്ട്. ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരില് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരികയാണ്. പള്ളിയുടെ തൊട്ടടുത്ത് മഹാനവറുകളുടെ ഒരു തോട്ടമുണ്ട്, ഈത്തപ്പന തോട്ടമുണ്ട്. പള്ളിയിലേക്ക് വരുന്ന വഴിയിലാണ് ആ ഈത്തപ്പന തോട്ടത്തിലൊന്ന് കയറിയപ്പോൾ അല്ലറ ചില്ലറ പണികൾ അതിലുണ്ടെന്ന് തോന്നി. ആ ചില്ലറ പണികൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്ക് അസ്ർ നിസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞു പോയി. അതല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം അസ്റിന്റെ ജമാഅത്തിന് ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയി. ഈ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അല്ലെങ്കിൽ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ മദീനത്തെ പള്ളിയുടെ ഈത്തപ്പന കൊണ്ട് നിർമ്മിച്ച തൂണില് മഹാനവറുകൾ നെറ്റിത്തടവിങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, ഉമർ നശിച്ചു പോയി നബിയേ, ഉമറിന് നഷ്ടം സംഭവിച്ചു പോയി യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ അസ്ർ നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ പള്ളിയിലോട്ട് നടന്നു വരുമ്പോ ഞാൻ എന്റെ ഈത്തപ്പന തോട്ടത്തിലൊന്ന് കയറി അല്പസമയം അവിടെ ചില്ലറ ജോലികൾ ചെയ്തപ്പോ എന്റെ അസ്റിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി നബിയേ, അതല്ലെങ്കിൽ എന്റെ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയി നബിയേ. ഭൗതിക ലോകത്തെ ഒരു ഈത്തപ്പന തോട്ടത്തിന് വേണ്ടി ഞാൻ എന്റെ ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയല്ലോ, അല്ലെങ്കിൽ എന്റെ ഒരു റക്അത്ത് നഷ്ടപ്പെടുത്തിയല്ലോ. ഉമറിന് നഷ്ടമായില്ല നബിയേ, ഉമറിന് പരാജയമായില്ല നബിയേ. ഇതിന് ഞാനിതാ ഇനി ആ ഈത്തപ്പന തോട്ടം എനിക്ക് വേണ്ട യാ റസൂലല്ലാഹ്, ഇനി എനിക്ക് ആ തോട്ടം വേണ്ട നബിയേ. എന്റെ ഒരു നേരത്തെ ജമാഅത്ത് കളഞ്ഞ, അതല്ലെങ്കിൽ എന്റെ ഒരു ജമാഅത്തിന്റെ ഒരു റക്അത്ത് നഷ്ടപ്പെടുത്തിയ ആ ഈത്തപ്പന തോട്ടം ഇനി ഉമറിന് വേണ്ട. പരിശുദ്ധമായ ദീനിന് വേണ്ടി ഞാനത് ദാനം ചെയ്യുന്നു യാ റസൂലല്ലാഹ്. ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ, അല്ലെങ്കിൽ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടപ്പോ അതിന് പരിഹാരമായിട്ട് ഒരു തോട്ടം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു നന്മയും അവർക്ക് നിസ്സാരമല്ല, ഒരു നന്മയുടെ അവസരവും നഷ്ടപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടമല്ല, ഒരു തിന്മ ചെയ്യാനും അവരുടെ മനസ്സിൽ താല്പര്യമില്ല, ഒരു തിന്മ കാണുന്നതും അവർ ഇഷ്ടപ്പെടുകയില്ല. അത് ഈമാനിന്റെ ഭാഗമാണ്, അത് ഈമാനുള്ളവർക്ക് സാധിക്കുന്ന കാര്യമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. കാരണം എന്തേ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ ഒരാൾ ഒരു തിന്മ കണ്ടാൽ തിന്മയെ അനുകൂലിക്കുക, അല്ലെങ്കിൽ അതിനോടൊരു അനുഭാവം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ മൗനം പാലിക്കുക, അതൊന്നും ഒരു വിഷയമല്ല എന്ന് നിസ്സാരവൽക്കരിക്കുക, ഇതൊക്കെ നമ്മുടെ കൽബിൽ നിന്ന് ഈമാൻ ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടയാളമാണ്. ഇതിപ്പോ ദുന്യാവല്ലേ, ഇത് 21ാം നൂറ്റാണ്ടല്ലേ, ഇതും അതിന്റെ അപ്പുറമൊക്കെ നടക്കും, അതൊക്കെ ഇപ്പൊ നമ്മള് കാര്യാക്കണ്ടോ അല്ലേ? നിങ്ങൾക്കറിയുമോ, ഒരു കാലത്ത് ഒരു മഹല്ലത്തിലെ ഒരാൾ മദ്യപിച്ചു എന്നറിഞ്ഞാൽ അവനെ മഹല്ലത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവനെ മഹല്ലത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന, അവനോട് സഹകരണം പാടില്ല, അവനോട് വിവാഹബന്ധം പാടില്ല, അവനുമായി സഹകരിക്കാനും കൂട്ടുകൂടാനും പാടില്ല എന്ന് മഹല്ല് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കള്ള് കുടിക്കുന്നവനുള്ള തറവാട്ടിലേക്ക് പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാനോ, അത്തരം തറവാട്ടിൽ നിന്ന് പെൺമക്കളെ വിവാഹം കഴിക്കാനോ തയ്യാറാവാത്ത ഒരു മുസ്ലിം തലമുറകളെ കഴിഞ്ഞുപോയിക്കൊണ്ട് കള്ളു കുടിക്കുന്നവന് കെട്ടിച്ചു കൊടുക്കൂല എന്നല്ല, കള്ളു കുടിക്കുന്ന ഒരുത്തനുള്ള തറവാട്ടിലേക്ക് പെൺമക്കളെ അയക്കാൻ തയ്യാറാവാത്ത, ആ തറവാട്ടിൽ നിന്ന് പെൺമക്കളെ സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഒരു തലമുറ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നോ മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പിതാവ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അന്വേഷണം നടത്തുകയാണെങ്കിൽ ചെറുക്കന് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സാലറിയും ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടക്കിടക്ക് വല്ല പ്രത്യേക ദിവസങ്ങളിലൊക്കെ കുറച്ചൊന്ന് മിനിങ്ങും. ഇത് പറയുമ്പോ അല്ല, അത്
തലയില്ലാത്ത ചെറുപ്പക്കാർ ഇപ്പൊ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന, എന്ന് പറയുന്ന, അല്ലെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മളിലൂടെ കടന്നു പോകുന്നത്. മഹാദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തിന്മയോട് അനുഭാവം പ്രകടിപ്പിക്കുക, തിന്മയെ നിസ്സാരവൽക്കരിക്കുക, തിന്മ ചെയ്യുന്നവൻ അവനൊരു തിന്മ ചെയ്യുന്നവനാണ് അറിഞ്ഞുകൊണ്ട് തന്നെ അവനോട് സഹകരിക്കുക, ഇത് മുഴുവനും ഈമാൻ നഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ റആ മിൻകും മുൻകറാ, നിങ്ങളിൽ നിന്ന് ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഫലിയുഗയ്യിറുഹു ബിയദിഹി, അവനവന്റെ കൈകൊണ്ട് തടയട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹറാം ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ, ഒരു തമ്മാടിത്തരം ചെയ്യുന്നത് കണ്ടാൽ അത് വേഗം മൊബൈൽ പകർത്തിയിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലൈക്കും കമന്റും തണ്ടാ നടക്കലല്ല മുസ്ലിമേ ഈമാനുള്ളവന്റെ അടയാളം. അത് ഈമാനുള്ളവന് യോജിച്ച പരിപാടിയുമല്ല. കൈ കൊണ്ട് തടയാൻ ചങ്കൂറ്റമുണ്ടോ, ആണത്തമുണ്ടോ, കൈ കൊണ്ട് തടയട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് വിജനമായ സ്ഥലത്ത് ഒരാണും ഒരു പെണ്ണും സംസാരിച്ച് ചിരിച്ച് കളിച്ച് രസിക്കുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് വരുന്നത് കണ്ടപാടെ പെണ്ണോടി. പക്ഷേ ആ പുരുഷൻ അവിടെ നിന്നു. അവനെ പിടിച്ചിട്ട് രക്തം അങ്ങ് വെച്ചു കൊടുത്തു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അടി കിട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതെന്റെ പെങ്ങളാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞോടൂ, പെങ്ങളാണെന്നുള്ള വിവരം നിനക്ക് അറിയുള്ളൂ, കാണുന്നവർക്കറിയില്ല. ഒരു അന്യാണ് മഞ്ഞ പെണ്ണും വഴിമധ്യത്തിൽ വിജനമായ സ്ഥലത്ത് ചിരിച്ച് കളിച്ച് രസിക്കുന്നത് കാണുമ്പോൾ കാണുന്നവർ അതിന് പല അർത്ഥം വെക്കും. അവർ അതിന് പല സാധനങ്ങളും അവർ വെക്കും. അത് നിന്റെ പെങ്ങളാണെന്നുള്ള വിവരം നിനക്ക് അറിയുകയുള്ളൂ, എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് ഇത്തരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പരസ്യമായി ചെയ്യാൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്